ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ 1000 ദിവസത്തെ സ്റ്റഡി പ്ലാനിലാണ്. LD ക്ലർക്ക് അല്ലെങ്കിൽ 10ാം തരം മെയിൻസ് പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കാൻ സിലബസിൽ ഉൾക്കൊള്ളുന്ന ടോപ്പിക്കുകൾ, വിവിധങ്ങളായ ടോപ്പിക്കുകളിലെ SCERT ഉൾപ്പെടെയുള്ള വസ്തുതകൾ, പ്രസ്താവന ചോദ്യങ്ങൾ, അവയുടെ കണക്റ്റിംഗ് ഫാക്ട്സ്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം. ഇന്ന് 3ാമത്തെ ക്ലാസ്സാണ്. ആദ്യ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. തെറ്റായത് തിരഞ്ഞെടുക്കുക. ബ്രഹ്മസമാജം നമുക്കറിയാം, രാജാറാം മോഹൻ റോയ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്, പക്ഷേ ഇയർ തെറ്റാണോ എന്ന് ഡൗട്ടുണ്ട്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, അത് തെറ്റാണ്. എൻ്റെ കൺസെപ്റ്റിൽ Bയും Dയും തെറ്റാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രധാന ശിഷ്യനായ സ്വാമി വിവേകാനന്ദനാണ് ആധ്യാത്മിക പ്രസ്ഥാനമായ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. പക്ഷേ വർഷം അവിടെ തന്നിരിക്കുന്നത് തെറ്റാണ്. 1897 മെയ് 1 ശ്രീരാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്. മഹാരാഷ്ട്രയിലെ സാമൂഹിക ജീവിതത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയ പരിഷ്കരണ പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം. ആത്മാറാം പാണ്ഡുരംഗിൻ്റെ നേതൃത്വത്തിലാണ് 1867 ബോംബെയിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിതമായത്. ഇവിടെ തന്നിരിക്കുന്നത് തെറ്റാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ദേശീയ പതാകയിൽ ഉപയോഗിച്ചിരുന്ന ചിഹ്നം ഏത്? ഉത്തരം ചർക്ക. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമാണ് ചർക്ക. 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. രാജ്യാന്തര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യം ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ 1907. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ജൊനാഥൻ ഡങ്കൻ. 1795 ഡിസംബർ 27 മുതൽ 1811 മരിക്കുന്നത് വരെയും ബോംബെ ഗവർണറായിരുന്നു ജൊനാഥൻ ഡങ്കൻ. ഹിന്ദു നിയമവും തത്വശാസ്ത്രവും പഠിക്കാനായി 1791 അദ്ദേഹം ബനാറസിൽ സംസ്കൃത കോളേജ് ആരംഭിച്ചു. 1958 സംസ്കൃത കോളേജ് സർവകലാശാലയായി മാറി. 1974 അതിൻ്റെ പേര് സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാല എന്നാക്കി. 1772 ജൊനാഥൻ ഡങ്കൻ ഇന്ത്യയിൽ ജോലി ആരംഭിച്ചത്. 1788 കോൺവാലിസ് പ്രഭു ബനാറസിൽ സൂപ്രണ്ടായും റെസിഡൻ്റായും നിയമിച്ചു. അവിടെ ശിശുഹത്യാ സമ്പ്രദായം ഇല്ലാതാക്കാൻ അദ്ദേഹം മുൻകൈയെടുത്തു. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരമാണ് ചമ്പാരൻ, തെറ്റാണ്. ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമില്ല് സമരം. ആദ്യത്തെ സമരം ചമ്പാരനാണ്, നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമല്ല. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ ജനകീയ സമരം നിസ്സഹകരണ പ്രസ്ഥാനം. ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ട്രാൻസ്വാളിലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ ഉള്ളതായിരുന്നു. അത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. ഉത്തരം C ആണ്. 1ാമത്തെ പ്രസ്താവന തെറ്റാണ്, ഞാൻ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം.
ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘന സമരവും സഹന സമരവും പോലെയുള്ള സമരരീതികളാണ് സ്വീകരിച്ചത്. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിൻ്റെ നേതാവാക്കി മാറ്റി. വയറു നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളവുമില്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്ത് ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ഇത് ആരുടെ വാക്കുകൾ? ജർഗൻ കുസ്യാസ്കി. കേട്ടിട്ടില്ല ഞാൻ. ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ തൊഴിലാളി ജീവിതത്തെക്കുറിച്ച് ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജർഗൻ കുസ്യാസ്കി പറഞ്ഞ വാക്കുകളാണിത്. 19-ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചത്. ഇത്തരം വ്യവസായങ്ങളിലെ തൊഴിലാളികൾ ചൂഷണത്തിന് ഇരയായിരുന്നു. അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇല്ലായിരുന്നു. അടുത്ത ചോദ്യം, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? EV രാമസ്വാമി നായ്ക്കർ. യുക്തിവാദിയായിരുന്ന രാമസ്വാമി നായ്ക്കർ വിദ്യാഭ്യാസത്തിന് ശേഷം സാമൂഹിക പ്രവർത്തകനാവുകയായിരുന്നു. പെരിയോർ എന്ന വിളിപ്പേരുള്ള അദ്ദേഹം ദ്രാവിഡ കഴകം രൂപവൽക്കരിക്കുന്നതിൽ CN അണ്ണാദുരൈയോടൊപ്പം മുൻനിരയിൽ തന്നെ നിന്നു. ജാതിക്കെതിരെയും ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെയുമുള്ള പെരിയോരുടെ പ്രചാരണങ്ങളും സിദ്ധാന്തങ്ങളും തമിഴ് ജനതയെ ആഴത്തിൽ സ്വാധീനിച്ചു. ഹിന്ദി ഭാഷയ്ക്കെതിരെയും ഉത്തരേന്ത്യൻ മേധാവിത്വത്തിനെതിരെയും അദ്ദേഹം ഒട്ടേറെ സമരങ്ങൾ സംഘടിപ്പിച്ചു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാം? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവർ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രത്യേക രാജ്യം, പഞ്ചാബ്, ബംഗാൾ എന്നിവയുടെ വിഭജനം, വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണോ വേണ്ടയോ എന്നുള്ള ഹിതപരിശോധന. ഇതെല്ലാം മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ നിർദ്ദേശങ്ങളായിരുന്നു. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കാൻ അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുക എന്നത് മറ്റൊരു നിർദ്ദേശമാണ്. കോൺഗ്രസും അഖിലേന്ത്യാ ലീഗും ഈ പദ്ധതി അംഗീകരിച്ചു. എന്നാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലെയുള്ള ദേശീയവാദികൾ ഇതിനെ എതിർത്തു. 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കി. തുടർന്ന് ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. ബോംബെ സമ്മേളനത്തിൽ അഖിലേന്ത്യാ കിസാൻ സമിതി രൂപം നൽകിയ കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരുന്ന കർഷകരുടെ ആവശ്യങ്ങൾ ഇവയിൽ ഏതൊക്കെയായിരുന്നു? ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക. കിസാൻ മാനിഫെസ്റ്റോയിലുണ്ടായിരുന്ന മറ്റാവശ്യങ്ങൾ ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. കൂട്ടത്തിൽപ്പെടാത്തത് ക്വിറ്റ് ഇന്ത്യ സമരം. 1946-47 കാലത്ത് അവിഭക്ത ബംഗാളിൽ വ്യാപകമായി പടർന്നു പിടിച്ച കർഷക തൊഴിലാളി പ്രക്ഷോഭമാണ് തേഭാഗ സമരം. തേഭാഗ എന്ന് പറഞ്ഞാൽ 3 ഭാഗം. ഭൂവുടമകൾ പരമ്പരാഗതമായി കുടിയാന്മാരിൽ നിന്ന് ഈടാക്കിയിരുന്ന 2/1 പാട്ടം 3/1 എന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ നടന്ന കർഷക പ്രക്ഷോഭങ്ങളാണ് ആന്ധ്രാപ്രദേശിലെ തെലങ്കാന സമരവും തിരുവിതാംകൂറിലെ പുന്നപ്ര വയലാർ സമരവും. 1946-51 തെലങ്കാന കലാപം. തെലങ്കാന മേഖലയിലെ ഹൈദരാബാദ് നാട്ടുരാജ്യത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള കർഷകരുടെ കലാപമാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ നാവികസേനയിലെ സൈനികർ 65 വർഷം മുൻപ് നടത്തിയ സമരമാണ് നാവിക കലാപം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാവിക സമരം.
സമരം തുടങ്ങിയത് ബോംബെയിലാണെങ്കിലും ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലാകെ വ്യാപിച്ചു. കറാച്ചിയിലും കൽക്കട്ടയിലും എല്ലാം നാവികർ സമരത്തിൽ പങ്കുചേർന്നു. 20,000-ഓളം നാവികരും 78 കപ്പലുകളും ധാരാളം അനുബന്ധ സ്ഥാപനങ്ങളും സമരത്തിൽ ചേർന്നു. പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുമ്പോൾ 2ാം ലോക മഹായുദ്ധകാലത്ത് 1942 ഓഗസ്റ്റ് 8-ന് മഹാത്മാഗാന്ധി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സമ്മേളനത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് പുറപ്പെട്ട സത്യാഗ്രഹികളെ നയിച്ചത് ആര്? സരോജിനി നായിഡു. അപ്പോൾ ഈ ഒരു ചോദ്യം, അതിൻ്റെ അനുബന്ധ വസ്തുതകൾ, തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്ത 2-3 ക്ലാസ് കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം നമുക്ക് പഠിച്ചു തീർക്കാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.